നമസ്കാരം. ഈ ക്രിസ്മസ് ദിനത്തിൽ രണ്ട് സ്പെഷ്യൽ അതിഥികൾക്കൊപ്പമാണ്. സമൂഹ മാധ്യമങ്ങൾ സജീവമായ കാലഘട്ടത്തിൽ പ്രത്യേക പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത രണ്ട് വൈദികർ. പാട്ടുകാരാണ്, സഹോദരങ്ങളാണ്, വൈദികരാണ്, അതിലുമുപരി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളാണ്. ഫാദർ വിപിൻ കുരിശുതറയും ഫാദർ വിനിൽ കുരിശുതറയും. നമസ്കാരം. ആദ്യം തന്നെ രണ്ടുപേർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആശംസകൾ. അതെ, വിപിനച്ഛൻ എന്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. അങ്ങനെ വലിയൊരു ബന്ധമുണ്ട്. വലിയ അത് നല്ല സുഖമുള്ള ബന്ധമാണ്, നല്ല സൗഹൃദം ഉണ്ടായിരുന്നു നമ്മൾ അന്ന്. പിന്നെ തീർച്ചയായും ഞങ്ങൾ കുറവലങ്ങാട് ദേവമാത കോളേജിൽ അന്നും അച്ഛൻ വലിയ പാട്ടുകാരനാണ്. അന്ന് വലിയ ആരാധകർ ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ പിന്നെ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ രണ്ട് അച്ഛന്മാരെ. പക്ഷെ അന്നത്തെ ഒരു കാര്യം പറയണത്, അന്ന് നമ്മുടെ എനിക്ക് തോന്നുന്ന ദേവമാത കോളേജ് കുറവിലങ്ങാട്, എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് ഈ ഇലക്ഷൻ ഉണ്ടല്ലോ നമുക്ക്. അതുവരെ രാഷ്ട്രീയ KCSF അങ്ങനെ രാഷ്ട്രീയ ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല, കുറെ വർഷത്തേക്കില്ലായിരുന്നു. അത് അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഇലക്ഷൻ നടന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ ടോം വരികയാണ്. അത് വലിയ ഒരു ആധികാരികമായിട്ട് ജയിച്ചു കോളേജിന്റെ ചെയർമാനായി. എനിക്ക് തോന്നുന്നു ഞാൻ ടോം അവിടെ കയറി ചെയർമാനായ സമയത്ത് ഒരു പാട്ട് പാടണേ. അന്ന് അച്ഛൻ ആദ്യമായി കോളേജിൽ പാടും. ഞാൻ നോക്കിയപ്പം അങ്ങനെ പെൺകുട്ടികളെല്ലാം ഇളകി മറിഞ്ഞിട്ടാ വലിയ ആരാധകർ അച്ഛന്. ഇന്നും എനിക്ക് തോന്നുന്നു അതുപോലെ ആരാധകരുണ്ടെന്ന് തോന്നുന്നു. ആരാധകരുടെ നടുവിലെ രണ്ടുപേരും ജീവിക്കണത്. ശരിക്കും സാധാരണ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രത്യേകത കണ്ടത് ഈ സഹോദരങ്ങളായ വൈദികരെ കണ്ടിട്ടുണ്ട്. പക്ഷെ സഹോദരങ്ങളായ വൈദികരായ പാട്ടുകാരെ കുറിച്ച് ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. എങ്ങനെ ഈ പാട്ടുകാരായ കഥ എന്താ? പാട്ടുകാരെ ശരിക്കും പാട്ട് പഠിച്ചിട്ടില്ല. എനിക്ക് വിനിലച്ഛനും ഞാനും സ്കൂളിൽ പാടിയായിട്ട് ഓർക്കുന്നില്ല. സെമിനാരി വരാൻ നേരത്തൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം, കൊയറിലൊക്കെ നമുക്ക് സെമിനാരി കൊയറൊക്കെ ഉണ്ടല്ലോ. ആദ്യം നമുക്ക് കൊയറിൽ കയറണമെങ്കിൽ ഞാൻ എൻ്റെ സമയത്ത് നമുക്കൊരു സെലക്ഷനൊക്കെ ഉണ്ട്. ആ സമയത്ത് കൊയറിൽ പോലും കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീടാവട്ടോ നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും സഭയിലെ ഗുരുവച്ചന്മാരും നമ്മുടെ സീനിയർ അച്ഛന്മാരും, ആ സമയത്ത് ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള പ്രദേശമൊക്കെയാണ് ഇവൻ തെറ്റില്ലാതെ അത്യാവശ്യമൊക്കെ പാടുന്നുണ്ടെന്നൊക്കെ കണ്ടു വളർത്തിയൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളും ആ സമയത്ത് ഡിഗ്രി പഠിക്കുന്നതും പൊതി ഞങ്ങൾക്ക് അവിടെ സേവാഗ്രം അവിടെ നിന്നിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ കീബോർഡൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ ഞാൻ പാട്ട് സ്റ്റേജിൽ ഞാൻ സ്കൂളിൽ പാടിയിട്ടില്ല. സ്കൂളിൽ അങ്ങനെയൊന്നും പാടിയിട്ടില്ല. ചെറിയ നമ്മുടെ ഈ സെമിനാറിലേക്ക് വന്നതിന് ശേഷം സ്റ്റേജിൽ കയറുന്നത് തന്നെ സെമിനാരി കാലഘട്ടങ്ങളിലാണ്. പിന്നെ നമ്മൾ ഈ കൊയറിന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി, പുതിയ പാട്ടുകളൊക്കെ അന്നാണ് നമ്മള് ലൈനൊക്കെ ഇങ്ങനെ പാടി അതിന്റെ പിച്ച് ഔട്ടൊക്കെ അന്നൊക്കെയാണ്. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പിച്ച് ഔട്ടൊക്കെ ഉണ്ടല്ലോ. രണ്ടുപേരും താരങ്ങളായി. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് ആണ്. ഈ ക്രിസ്മസിൽ നിങ്ങളുടെ ഒരു വലിയ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഗാനം ഉണ്ടല്ലേ, ബെത്ലഹേമിലെ. അത് പാടി തുടങ്ങാം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. പൊന്നുമീറ കുന്തിരിക്കം കാഴ്ചവെച്ചല്ലോ, വന്നു കണ്ടു നമസ്കരിച്ചു ഇടയന്മാരും. പൊന്നുമീറ കുന്തിരിക്കം കാഴ്ചവെച്ചല്ലോ, വന്നു കണ്ടു നമസ്കരിച്ചു ഇടയന്മാരും. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. സാധാരണ ഈ പള്ളിയിൽ അച്ഛന്മാരെന്ന് പറയുന്നത് ഭയങ്കര ആത്മീയ ജീവിതമാണ്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിച്ചുപൊളി പാട്ടുകൾ, അടിച്ചുപൊളി. എനിക്ക് തോന്നുന്നു ഈ പാട്ട്, ഈ ബെത്ലഹേമിലെ പാട്ട് കൂടാതെ നിങ്ങൾ അടുത്തിടെ വലിയ താരങ്ങളാക്കിയ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാക്കിയ രണ്ട് പാട്ടുണ്ട്. ഒന്ന് ചങ്കാണ് എന്റെ ചങ്കിലാണ് യേശു. അതെ അതെ, കാൽവരിക്കുന്നിലെ ആ പാട്ടൊന്ന് പാടും. എനിക്ക് ആ പാട്ട് എഡ്വിൻ ചേട്ടൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഒരു പാട്ടാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഒരു ഹിറ്റിലേക്ക് പോകുന്ന ഓർത്തില്ലായിരുന്നു. പിന്നെ അത് അനീഷ് രാജ് എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഓർക്കസ്ട്ര, കാരണം ഈ ഭക്തി ഗാനങ്ങൾക്ക് ഇതുവരെയും കേൾക്കാത്ത രീതിയിലുള്ള ഒരു ശൈലി അല്ലേ. ചെറിയ പിള്ളേർ, കുഞ്ഞു പിള്ളേര്, യൂത്ത്, അമ്മമാര് പാടും, ഡാൻസും എല്ലാ രീതിയിലും അങ്ങ് സിമ്പിൾ പാട്ട്. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു.
തീയണയ്ക്കാൻ, എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു ചങ്കാണ്, എന്റെ ചങ്കാണ്, ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ യേശു. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമായവൻ താൻ. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ. ചങ്കാണ്, എന്റെ ചങ്കാണ്, ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ യേശു. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. ഒന്നുമില്ലേ നാഥ കാഴ്ചയെ നൽകിടുവാൻ, തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ചങ്കാണ്, എന്റെ ചങ്കാണ്, ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ യേശു. ഈ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ പാട്ടിന് ശേഷം നിങ്ങൾക്ക് ചില ചങ്കച്ചന്മാരെന്ന പേരും വീഴും. തങ്കച്ചന്മാരെന്ന് വിളിക്കാതെ, തങ്കച്ചെന്നൊക്കെ പറഞ്ഞ തങ്കച്ചന്മാരെന്ന്. അല്ല, ഇത് അതിനുശേഷം ആളുകളെ കൂടുതലും തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ സമയത്താണ്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മള് ചങ്കാണ് പാട്ട് പാടിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ചിലപ്പോ ആ പേര് ഉപയോഗിക്കാറുണ്ട്, ഇങ്ങനെ ചങ്കച്ചന്മാരെന്ന് ഇങ്ങനെ. അങ്ങനെ ബ്രാൻഡായി മാറി രണ്ടുപേരും. ഒരു സ്കൂളിൽ നിന്ന് ആള് പോയി കഴിഞ്ഞപ്പോ കൊച്ചു ഒരു എൽ.പി. ലെവൽ ഒരു കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണ്, ചങ്കച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്. രസമാണ് അവരുടെ നിഷ്കളങ്കതയിൽ, അത് രസമായിട്ട് എങ്ങനെ ആളുകളുടെ റെസ്പോൺസും ഉണ്ടല്ലോ അതിനുശേഷം. അതൊരു പ്രത്യേക വൈബുണ്ട്. കുട്ടികളുടെ നൃത്തത്തിന്റെ ഒരു ചുവടിന്റെ താളമൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ വരികള് സിമ്പിളാണ്, സിമ്പിൾ വരികള്, സിമ്പിൾ ടോണ്, പിന്നെ പാടാൻ പറ്റും. ചെറുപ്പക്കാരും കുട്ടികളെ ഏറ്റെടുത്ത പാട്ട്. അതുപോലെ തന്നെ ഈ കാൽവരി കുന്നിലെ കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പായ്. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പായ്, കാണുന്നെന്റെ പായ്. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭൈ. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പായ്, കാണുന്നെന്റെ പായ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇരിക്കുന്ന പള്ളികളിലും ആളുകളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ചൊരു ഭയങ്കര വൈബായിരിക്കും അല്ലെ? പാട്ടായിരിക്കും കൂടുതലും. പാട്ട് ഇത് നമ്മുടെ ഇതിൽ ഈ പാട്ട് ഭയങ്കര പ്രസന്ന ചേച്ചി അല്ല, ഒരു അമ്മ എഴുതിയ പാട്ടാണ്. അമ്മച്ചിയുടെ മോനാണ് ഋജിലാൽ സംഗീതം ചെയ്ത ഒരു. ഓക്കെ, അവരുടെ അമ്മയാണ് അമ്മച്ചിയുടെ സിമ്പിൾ വരികൾ, പക്ഷെ നല്ലൊരു ഹൃദയത്തിൽ ടച്ച് ആകുന്ന ഒരു കാണുന്നതിന്റെ അപ്പ എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്പനെ സ്നേഹിച്ചിരുമാൻ അല്ലാണ്ട് സ്നേഹിച്ച സൂര്യനായി തഴുകി ഉറക്ക, അങ്ങനെയൊക്കെയുള്ള വരികളുണ്ടോ ചില. ഇത് നമുക്ക് അറിയാലോ, നമുക്ക് കാണുന്നതിന്റെ അപ്പ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീല്, ഈശ്വരനെ കാണുന്നൊക്കെ പറഞ്ഞല്ലേ, ഭയങ്കര ഹീലിംഗ് ഉള്ളൊരു വരികളായല്ലേ എന്റെ സംഗീതവും. നിങ്ങളുടെ പാട്ട് കേൾക്കുന്നവരെ ഈ പാട്ട് കേട്ടതെങ്കിലും എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഒരു ചില രോഗശാന്തി പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഒന്നുണ്ടാവും പറയും. നിങ്ങളുടെ പാട്ട് കേട്ടുള്ള ആരെങ്കിലും എക്സ്പീരിയൻസ്? പക്ഷെ ഒരു പോസിറ്റിവിറ്റി ഭയങ്കര പോസിറ്റീവായിട്ട് പറയാറുണ്ട്. നമുക്ക് ശരിക്കും അറിയാം, നമുക്കറിയാം ഞങ്ങളുടെ പാട്ടിന്റെ ഒരു ലെവൽ ഞങ്ങൾക്ക് അറിയാം. അത്യാവശ്യം നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷണലിസം കുറവായിരിക്കും. കാരണം നമുക്ക് എന്തൊക്കെ പറയാലോ, അത് ഞങ്ങൾ അങ്ങനെ സംഗീതം ആദ്യമായിട്ട് പഠിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ആയിട്ടുള്ള കുറവുണ്ട്. ദൈവത്തിന്റെ ഒരു അതാ ദൈവം എന്നിട്ട് നമ്മളെ അതുപോലെ ഓരോ പാട്ടുകൾ നമുക്ക് തരുന്നു. ഞാൻ ഓർക്കാം, ഞങ്ങൾ ഈ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാൻ നേരത്തൊക്കെ ചിലർ നമ്മളോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ചിലപ്പോ ഓർക്കാറുണ്ട് ദൈവം എന്തോരം ഗായകരുള്ള. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പൊങ്ങച്ചായിട്ട് എടുക്കരുത്, ഒരു 300-ൽ പരം പാട്ട് പാടാനായിട്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിൽ പാടാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓർക്കാറുണ്ട്,
എന്ത് കണ്ടിട്ടാണ് ഇടയ്ക്ക് പറയുന്നത്. ഞങ്ങൾ തന്നെ ഞങ്ങൾ ഇടയ്ക്കിങ്ങനെ റൈഡിന് പോകും, ബൈക്കിനൊക്കെ ഇടയ്ക്ക് ഞങ്ങളുടെ പോകും. ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തെങ്കിലും ഭയങ്കര ഷെയറിംഗ് ആണ്. ഷെയറിംഗ് എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ചിലപ്പോൾ സങ്കടം ഒക്കെ എന്തെങ്കിലും വന്നാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതും ഒരു അത് ഭയങ്കര ഒരു ഫീലിംഗോ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യം എന്ത് കണ്ടിട്ടാണ്. അതെ, നമ്മളെ സ്വപ്നത്തിൽ ചെറുപ്പത്തിൽ കരുതിയിട്ടുണ്ടോ? അതാണ് അത് ഇപ്പോഴും ഒരു വണ്ടറാണ്. അല്ല, അച്ഛന്മാരാണെന്ന് ഇന്ത്യയിലെ ഒരു ഞാൻ സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അറിയണത്. കൊച്ചിയിലെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സെമിനാരി ചേരുമ്പോഴൊക്കെ പാടുമ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു, ഒരു വിറയിൽ വരുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ നമ്മൾ പാടി പോകുമ്പോഴും ഈ വിറയിൽ നമുക്കുണ്ട്, നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആകില്ല. പക്ഷെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പാടാൻ പോകുമ്പോഴായിരിക്കും നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന ഭാഗത്തൊരു വിറയിലുണ്ട്. അപ്പൊ അവരൊക്കെ വലിയ മ്യൂസീഷ്യൻസ് ആയിരിക്കും, വലിയ, എന്നിട്ട് അവരൊരു അച്ഛനാകുന്ന രീതിയിൽ അവർ പറയുന്ന രീതിയൊക്കെ ഓർക്കുമ്പോഴേ സപ്പോർട്ട് ചെയ്യാതെ അപ്പൊ ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്തോരം നല്ല പാട്ടുകൾ വരുന്നു, അവരെന്തോരം പാട്ടുകൾ അവർ എഴുതുമ്പോൾ, സംഗീതം നൽകുമ്പോൾ എന്തോരം ഗായകരുണ്ട് അല്ലെ, എന്തോരം ഉണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുമ്പോൾ അതിനൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു പരിപാലന അങ്ങനെ ഇടയ്ക്ക്. അല്ല, നിങ്ങൾ ഇങ്ങനെ പാട്ടുകാരാകുമെന്ന് എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ കരുതിയിട്ടുണ്ടോ? അച്ഛന്മാരാണെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, അച്ഛന്മാരാണോ? അത് കൊച്ചിയിലെ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല വയറിലാകുന്നു. ഇളയവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരാ. വീട് അപ്പൊ നമ്മുടെ വ്യക്തിപരമായി പരിചയപ്പെടുത്തിയ രണ്ടുപേരും. അപ്പച്ചൻ അമ്മച്ചി വീട്ടില്, അപ്പച്ചൻ അമ്മച്ചി രണ്ടുപേരും ഇപ്പൊ സുഖമായിരിക്കുന്നു. ഞങ്ങൾ 3 ആമക്കളാണ്. ഇത് മൂത്തതാണ്. ഞങ്ങളെ ഇരട്ടകളാന്ന് പറയാറുണ്ട്. ഇരട്ടകളല്ല, എന്നൊക്കെ 3 വയസ്സ് താഴെ ഉള്ളതാണ്. രണ്ടുപേരും ഒരേ ശബ്ദം, ഒരേ സൗണ്ടാണ് പറയുന്നത്. ഒരു കോമ്പിനേഷൻ ഉള്ളൊരു വോയിസ് ആണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അത് അല്ലെ, നമ്മൾ തന്നെ ചില പാട്ടിന് ചില വരികൾ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാറില്ല, പാട്ട് മനസ്സിലായിട്ടുമില്ല. ചില വരികൾ എടുക്കാൻ നേരത്തെ ഇപ്പം ചിലപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ ആളെ ലേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഒരു വരി വിട്ടുപോയിട്ടുണ്ടാകും എടുക്കാനായിട്ട്. നമ്മൾ തന്നെ ഇവന്റെ സൗണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. ചെറിയ വ്യത്യാസം നമുക്ക് അറിയാമല്ലോ, അവൻ എന്റെ സൗണ്ടിൽ ഇമിറ്റേറ്റ് ചെയ്യും. ചെറിയ അങ്ങനെയല്ല, ആ രീതിയിലൊക്കെ. നിങ്ങൾ ആദ്യമായി പാടിയൊരു പാട്ട് ഏതാ? ആദ്യമായിട്ട് അത്യാവശ്യം ഒന്ന് ഒരു സോഷ്യൽ മീഡിയയില് ഒരു ഹിറ്റായത് കാൽവരി ഇപ്പൊ നമ്മൾ പാടി കാൽവരി കുന്നിൽ. അത് പാട്ട് ചേട്ടൻ അച്ഛനാണ് അതിന്റെ, അതായത് ഒരു പാട്ടുകൾ പാടിയപ്പോ ഇത് നമുക്ക് പാടിയാലോ എന്ന് എന്നോട് ചോദിക്കുന്നത് ചേട്ടൻ അച്ഛനാണ്. ഇത് നമുക്ക് പാടി, എങ്ങനെയാണ് നമുക്കത് വളരെ സ്നേഹം ബഹുമാനം കൊണ്ട് വിളിക്കുന്നതാന്ന് കരുതരുത്. ചേട്ടൻ അച്ഛനൊക്കെ വിപരീത വിളിക്കാറുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെയും വീട് തൈക്കാട്ടുശ്ശേരിയാണ്, സെന്റ് ആന്റണീസ് ഇടവക, ചേർത്തല. തൈക്കാട്ടുശ്ശേരി പള്ളിപ്പുറം ഫോറന്ന് സെന്റ് ആന്റണീസ് ഇടവക. പിന്നെ രണ്ട് കോൺഗ്രേഷൻ ആണ്, CMI യും ഞാൻ ക്ലരീഷനാണ്. സെന്റ് തോമസ് പ്രോവിൻസിലെ അംഗമാണ്. രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ? ഈ ഒരു ഓളം പാട്ടുണ്ടല്ലേ, കണ്ണും അതൊരു ഫീലുള്ള ഭയങ്കര ട്രെൻഡുമാണ്, നല്ല രസം. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടിയുറക്കിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടിയുറക്കിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഹാപ്പി ക്രിസ്മസ് കേട്ടോ. തീർച്ചയായും ഹാപ്പി ക്രിസ്മസ്. ഈ ഒരു പാട്ട് എനിക്ക് സാധാരണ എല്ലാവരും ഒരു ബാൻഡുമായിട്ട് കരോളിന് പോവാണെങ്കിൽ പിന്നെ ഗെറ്റ് ടുഗദർ, ആരെങ്കിലും ഫാമിലിയോ ക്രിസ്മസ് വേളയിൽ ആരൊക്കെ ഒരുമിച്ച് കൂടിയോ
അവരുടെ മെയിൻ പാട്ട് ഇതൊരു ഫീലാണ്. അത് ഭയങ്കര ഫീൽ. സിമ്പിൾ ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ട്, അതെ, അതെ. ആർക്കും പാടാൻ പറ്റുന്ന പാട്ട്. നിങ്ങൾ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പാട്ട്? ഇല്ല, അതാണ് ഇപ്പൊ എല്ലാവരും എന്നോട് പറയുന്നത്. വരികൾ എഴുതിയിട്ടില്ല ഇതുവരെ, അതുപോലെ സംഗീതം ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മ്യൂസിക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും പറയാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചെയ്തുകൂടെ. വാവ ഇങ്ങനെ തുടങ്ങിയായിരുന്നു വാവ യേശുനാഥ, പക്ഷെ ഓൾറെഡി ആ പാട്ട് ഇറങ്ങിപ്പോയത്. അതിലും ഭംഗിയൊക്കെ ആയിട്ട്. പക്ഷെ കുറച്ച് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കുറച്ച് നമ്മുടെ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും ഇതുപോലെ തന്നെ ചെയ്യണം, ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ ഐഡിയ ഒക്കെ വരാറുണ്ട്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് സമയത്തിന്റെ, അങ്ങനെ വലിയ ലെവലിലുള്ള തിരക്കല്ല. എന്നാൽ പോലും ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. മണപ്പുറം സെന്റ് തെരേസസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു എയ്ഡഡ് സ്കൂളുണ്ട്, അവിടുത്തെ ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള തിരക്കെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 10ാം ക്ലാസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ ഇപ്പൊ ഒരു ക്ലാസ് ടീച്ചറാണ്. അപ്പൊ ഈ 10ഒക്കെ SLCയുടെ ഒക്കെ സമയമായിട്ട് രാവിലെ 9 മണി മുതൽ സ്പെഷ്യൽ ക്ലാസ് ആരംഭിക്കും. അപ്പൊ ചിലപ്പോൾ വൈകുന്നേരങ്ങളുള്ള ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ നമുക്കൊരു അത്രയൊക്കെ വൈകുന്നേരങ്ങൾ. അപ്പൊ ഞാനും ഒരു സ്കൂളിലാണ്, അങ്കമാലിയിലെ സെന്റ് സേവി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവിടുത്തെ പിന്നെ അഡ്മിനിസ്ട്രേറ്ററും കൂടെയാണ്. അപ്പൊ ഞങ്ങൾ സമയം കണ്ടെത്തുന്നത് വൈകുന്നേരങ്ങളിലാണ്. എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച ഇടയ്ക്ക് ഇപ്പൊ ക്ലാസ് ഉണ്ടല്ലോ. ഇപ്പൊ റെക്കോർഡിംഗ് ആണെങ്കിൽ പോലും നമ്മൾ പോകുന്നത് വൈകുന്നേരങ്ങളിൽ. അപ്പൊ നമുക്ക് പറയും നമ്മൾ എറണാകുളം ബേസിലോ അല്ലെങ്കിൽ പോയി എത്തിച്ചേരാൻ പറ്റുന്ന രീതികളിൽ നമുക്ക് വൈകുന്നേരം എത്താൻ പറ്റത്തുള്ളൂ. നമുക്കൊരു 4-4:30 ആകുമ്പോൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ ആ സമയത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും കൊടുക്കും. അതാണ് നമുക്കൊരു ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാത്ത നമ്മളെയൊക്കെ തമ്പുരാൻ വളർത്തുന്നത് ചിലപ്പോൾ അകലെയുള്ളവരായിരിക്കും. ഇന്നാളും വന്നൊരു കാഞ്ഞിരപ്പള്ളിയിൽ, പിന്നെ നമ്മുടെ കണ്ണൂരിൽ കഴിഞ്ഞ ലാസ്റ്റ് പാട്ട്, കാസർഗോഡല്ല കണ്ണൂർ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. റെക്കോർഡിംഗ് എവിടെയായിരുന്നു? നമ്മളപ്പോ ഇവര് പറയാം എറണാകുളം ബേസിലായിരിക്കും. ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ക്ലാരറ്റ് സ്റ്റുഡിയോ. അപ്പൊ അവിടെയാണ് കഴിഞ്ഞ റെക്കോർഡിംഗ് നടന്നത്. അപ്പൊ അവരൊക്കെ വന്ന് അവരുടെ സ്നേഹവും ഒക്കെ നമുക്കൊരു ഫീലാണ്. നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ അത് യോഗ്യത വെച്ച് നോക്കുമ്പോ എന്താണോ. അങ്ങനെ ഈ സ്കൂളിൽ രണ്ടുപേരും അധ്യാപകരാണല്ലോ. സ്കൂളിൽ കുട്ടികളുടെ മുന്നിൽ കുട്ടികൾ പാടിക്കാറുണ്ടോ? കുട്ടികളുടെ നമ്മള് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷമൊക്കെ വരുമ്പോ നമ്മളൊക്കെ സ്റ്റേജിൽ പാടുന്നത് ഒരു വേറൊരു പാട്ടത്. അപ്പം വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ പാട്ടായിരിക്കും നിങ്ങൾ ഒന്നിച്ച് കൂടുന്ന സമയത്ത് അങ്ങനെ പാടുന്നൊരു പാട്ട് അങ്ങനെ. പിന്നെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് അങ്ങനെ അധിക സമയങ്ങളോ ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ എല്ലാരും ക്രിസ്മസിന് ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടും. പക്ഷെ അത് പാട്ടൊക്കെ എങ്ങനെ ചുമ്മാ കത്തിയൊക്കെ അടിച്ച് അവിടെ നമ്മുടെ അടുത്തൊരു അന്ധകാരനഴി ബീച്ചുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി ബീച്ചിലൊക്കെ എല്ലാരും കൂടി ഇറങ്ങി അമ്മച്ചിയപ്പം മരിച്ചു നിൽക്കും, അമ്മച്ചിനെ പിടിച്ചിറക്കി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ പാടുന്ന ഒരു പാട്ട് മറ്റേ പാട്ട് ഇഷ്ടം. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ 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 ആഹാ ആഹാ ആഹാ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വൈറലായതുകൊണ്ടാണ് തോന്നുന്നു അല്ലെ? മഴവിൽ മനോരമയിലും അതുപോലെ അമൃത TV-യിൽ, അതോ ഫ്ലവേഴ്സിലാണോ? ഫ്ലവേഴ്സിലും ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ, അച്ഛന് പങ്കെടുക്കാൻ അവസരം. രണ്ടുപേരും പോയായിരുന്നു? ഒന്നിച്ചു പോയായിരുന്നോ? ഒരുമിച്ചും പോയായിരുന്നു. പണ്ടൊരു ഞാൻ ഈ പറഞ്ഞ പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് പണ്ടൊരു പാട്ട് പാടി. അതായത് പള്ളിയില് ഒരു ഗാനമേള ടീം, അതേതായിരുന്നു ടീം, അവിടെ അതിനിടയ്ക്ക് പഴയ അന്ന് ആ സമയത്തൊരു ഹിറ്റായ കണ്ണാനെ കണ്ണേ കണ്ണാനെ കണ്ണേ എന്നീത് സാര, അത് പാടിക്കഴിഞ്ഞത് അത്യാവശ്യം സോഷ്യൽ മീഡിയ വൈറലായിരുന്നു. അപ്പൊ അവരന്ന് നമ്മുടെ കോമഡി ഉത്സവം ഇതിന്റെ അതിലൊന്ന് പോയി. അപ്പൊ പാട്ടൊന്ന് പാടുമോ? കണ്ണാനെ കണ്ണേ കണ്ണാനെ കണ്ണേ എന്നീത് സായവാ, പുന്നാന നെഞ്ചിൽ പുന്നാന കയ്യാൻ പൂ പോലെ നീവവാ, நான் காத்து நின்றை காலங்கள் தோறும் என்னேகம் தீருமா, நாம் பார்த்து நின்றை பொன்மானம் எங்கும் என் மின்னல் தோன்றுமா, தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமோ,
ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. അതിനുശേഷം എനിക്ക് തോന്നുന്നു മിയയോടൊപ്പം പോലെ അച്ഛന് നടി മിയയോടൊപ്പം വരെയും പാടാൻ അവസരം കിട്ടി. രക്ഷക ആ പാട്ടേ നിന്റെ ആ പാട്ടായിരുന്നു അത്. ശരിക്കും വേറൊരു പാട്ടൊക്കെ പാടിയതിനു ശേഷം ഒരുങ്ങിപ്പോയ വേറൊരു പാട്ടാ. അപ്പൊ നമ്മുടെ MG ശ്രീകുമാറൊക്കെ വലിയ ഗായകരൊക്കെ ഇരിക്കുക. അച്ഛാ രക്ഷക പാടുകയും ചോദിച്ചു. നമുക്കാണെങ്കിൽ പാട്ട് അങ്ങനെ അല്ലാതെ പാടി പരിചയമില്ല. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഫിലിം സ്റ്റാർ മിയാണെങ്കിൽ നല്ല രസമായിട്ട് പാടുകയും ചെയ്തു. എന്നിട്ട് അത് രണ്ടാമത്തെ ടേക്കിൽ ആദ്യത്തെ ടേക്ക് അത് പൊളിഞ്ഞുപോയി. പൊളിഞ്ഞുപോയെന്ന് പറഞ്ഞാൽ എന്റെ താളത്തിനൊരു പ്രശ്നം വന്നായിരുന്നു. എന്നിട്ട് നമ്മുടെ ഞാൻ ഓർക്കുന്നുണ്ട് ഇത്ര വലിയ ഗായകരിൽ MG ശ്രീകുമാറെ പോലെയുള്ള വലിയ അവർ വന്നിട്ട് താളമൊക്കെ ഇങ്ങനെ കാണിച്ചത് അവിടെ നീറും മനസ്സിലേക്ക് നീ എവിടെ ഒരു വരികളുണ്ട് ബലിദാനമായി അതിന്റെ ആണെന്ന് ടൈമിങ്ങിന് കിട്ടത്തില്ല. പക്ഷെ അത് ഭയങ്കര ഫീലായിരുന്നു ഔട്ട് വന്നപ്പോ. അത് നല്ല രസമായിട്ട് അതൊന്ന് പാടാം. എനിക്ക് രണ്ടുപേരും ഒന്നിച്ച് പാടാൻ പറ്റുവാണെങ്കിൽ. അത് രക്ഷകയൊക്കെ ദാസേട്ടനൊക്കെ ഭംഗിയാക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് വേറൊരിടത്തിലേക്ക് പിടിക്കുന്നതായിരിക്കും. നമുക്ക് ചില പാട്ടുകളുടെ പ്രശ്നം എന്ന് അറിയാം. എനിക്ക് യേശുദാസൊക്കെ ദാസേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ പാടി ഭംഗിയാക്കിയ പാടുണ്ട്. അതൊക്കെ അധികം കൈയടക്കാതിരിക്കണല്ലേ. അത് അല്ലെങ്കിൽ നമ്മളോട് പറയാം അത് വൃത്തികേടാക്കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അതൊരു പാടാൻ ഒരു ടോമ ആദ്യമായിട്ടാണ് ഈ ഗുണ്ടകളല്ലാത്തവരെ അച്ഛന്മാരെ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. സാധാരണ ഗുണ്ടകളെയും വലിയ സൂപ്പർ എപ്പിസോഡുകളാണ് തമ്മനം. താങ്ക് യു. അതെ അതിന്റെ വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ, എന്റെ കൂടെ വന്ന് ഇന്റർവ്യൂ ഇരിക്കാൻ. സൗമ്യനായിട്ടൊക്കെ ഇരിക്കണത്. ഈ ക്രിസ്മസ് ആണ്, നമുക്കറിയാം പാട്ടുകളാണ് കൂടുതലും നമ്മുടെ ക്രിസ്മസിനെ കൂടുതൽ സന്തോഷകരമാക്കുന്നത്. അതുകൂടാതെ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും ഒരു ക്രിസ്മസ് അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കുട്ടിക്കാലത്ത് ക്രിസ്മസ് അനുഭവം നമുക്ക് ഈ എപ്പോഴും ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പടക്കം പൊട്ടിപ്പിക്കുമ്പോ നമ്മള് ഓടിക്കോ ഓടിക്കോ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ചേട്ടൻ വന്ന് പടക്കം പൊട്ടി വിഷു വരുമ്പോഴൊക്കെ വിഷു വരുമ്പോ സമയത്ത് അപ്പൊ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന അപ്പന്റെ മുഖ ഇങ്ങനെ ക്രിസ്മസ് സമയത്ത് വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു പടക്കം വാങ്ങിക്കണം. അപ്പൊ അപ്പച്ചൻ ഭയങ്കരമായിട്ട് ഒരു സന്തോഷത്താല് പടക്കമൊക്കെ വാങ്ങിച്ചു വന്നു. അപ്പൊ നമ്മളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അപ്പൻ ഇങ്ങനെ ഭയങ്കര ഒരു അഭിമാനമൊക്കെ ആയിട്ടൊക്കെ മാറി നിൽക്ക് അല്ല അപ്പനെ നമ്മൾ കുഞ്ഞുങ്ങളാ മാറി നിൽക്കുക എല്ലാരും മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഓരോന്നിടത്ത് ഇങ്ങനെ ഓലപ്പടക്കം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കുക. ഭയങ്കര സ്റ്റൈലാണ് നമുക്ക്. ഇവിടെ ഒരു കൂട്ട് ഓലപ്പടക്കം വെച്ചേക്കുക. ഒരു കൂട്ടിൽ ഓലപ്പടക്കം ഉണ്ട് 10 ഒരു 100 150 200 ഓലപ്പടക്കം നിൽക്കണം. അപ്പനെ ഓരോന്നിടത്ത് ഇങ്ങനെ ഇനി കുറച്ചുകൂടി കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നമ്മളെ സംഭവിപ്പിക്കുക പൊട്ടിച്ച് കളിക്കുക. ഇനി കുറച്ച് നീട്ടി കയറട്ടെ അങ്ങനെ പറഞ്ഞ് അവസാനം ഇങ്ങനെ എറിഞ്ഞിങ്ങനെ അപ്പൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് തരികൾ വന്ന് ഈ ഇതിലേക്ക് കൂട്ടത്തിലേക്ക് വേണം ഇങ്ങനെ എറിയാൻ കൂട്ടത്തിൽ. അപ്പൊ ഓടാന്ന് ഒറ്റ വിളിയായിരുന്നു, ഓടാന്ന് ഒറ്റ വിളി. ഞങ്ങള് 4 പാടും ചെതറി ഓടി. എന്നാ പിന്നെ അതിനുശേഷം വീണതേ ഒന്നും പറ്റിയില്ല. എന്നാണ് കരിപിടിച്ച മുഖങ്ങളായിട്ടൊക്കെ അത് ഭയങ്കര. എന്നിട്ട് അപ്പൊ കുഴപ്പമില്ല പെട്ടെന്ന് കത്തിക്കൊണ്ട് സമയ ലാഭം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയണ്ട അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളുണ്ട്. അതായത് ഒരുപാട് ഇത് കാണുമ്പോ എപ്പോഴും ക്രിസ്മസിന്റെ സംഭവം പടക്കം കാണുമ്പോ എപ്പോഴും അപ്പച്ചനെ ഓർമ്മ ആ വീഡിയോ കാണുമ്പോഴാണ്. അതുപോലെ പാട്ടുകൾ എങ്ങനെയാ കൂടുതലും? എനിക്ക് ക്രിസ്മസിന് നല്ലൊരു പാട്ട് വേണ്ട. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കൂടുതൽ കരോൾ പാട്ട്, അതുകൂടെ തന്നെ നല്ലൊരു പാട്ട്, നല്ല ഓളം പിടിച്ചങ്ങോട്ട് പിടിക്കാം നമുക്ക്. എന്നാലേ എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടുകൾ എന്തോരം. ഞാൻ പറയാം ക്രിസ്മസ് എന്തോരം പാട്ടുകൾ ഞങ്ങൾക്ക് കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റിട്ട് എന്തോരം ഇറങ്ങിയാൽ ആ പഴയ ഹിറ്റുകൾ നമുക്ക് അതങ്ങ് വെച്ചങ്ങോട്ട് കലാശക്കൊട്ടിരിച്ചാൽ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ.
കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ, താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ, താരക രാജകുമാരിയോടത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പാടാൻ പറ്റുമോ? പഴയ ദേവമാതാ കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട് ടോമിന്റെ ആ കാലം നല്ല രസമായിരുന്നു. നിങ്ങളുടെ ഈ പാട്ട് കൂടുതൽ ചെറുപ്പക്കാരെ ഈ ആത്മീയതയിലേക്ക് അടുപ്പിക്കാൻ, അവർ കൂടുതൽ പേർക്ക് ആശ്വാസകരമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചങ്കച്ചന്മാരാണ്, കൂടുതൽ ആളുകളുടെ ചങ്കിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കൂടുതൽ നിങ്ങളുടെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ പാട്ട് ഒരു കമ്പോസ് ചെയ്യാൻ അതിനുള്ള ഒരു അവസരം തീർച്ചയായും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി സന്തോഷം ഇവിടെ ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂസ് 18ന്റെ വളരെ പിന്നിലുള്ള എല്ലാ പ്രവർത്തകരും, എല്ലാ മാധ്യമ പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.